നമ്മുടെ കുഞ്ഞുമണീസൊക്കെ തീറ്റ തിന്നാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഇത്രയും നാളും അവർ അവരുടെ അമ്മയുടെ പാപ്പം മാത്രം കുടിച്ചോണ്ടായിരുന്നു ഇരുന്നത്, പാല് മാത്രമായിരുന്നു കുടിക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ മീനൊക്കെ കൊണ്ടുവന്നിപ്പോൾ കുറേശ്ശെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് അധികം മുള്ളൊന്നും ഇല്ലാതെ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് നല്ലപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ 3 പേരും ഇരുന്ന് തിന്നുന്നുണ്ട്, അതേപോലെ വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ മെല്ലെ മെല്ലെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവരും വലുതായി തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മുടെ തക്കുവാണെങ്കിൽ ഇവർ തിന്നുന്നത് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും തക്കുവിനെ ഇങ്ങനെ പാലുകൂടി തന്നെയാണ്. തക്കുവിനെ ഇവർ ശല്യപ്പെടുത്തും കേട്ടോ. ഇവർ തീറ്റ തിന്നാൻ തുടങ്ങിയപ്പോൾ തക്കുവിന് കുറച്ച് സമാധാനമായേ, കുറച്ച് ഫ്രീ ആവാലോ എന്നുള്ള രീതിക്ക്. അങ്ങനെ നമ്മുടെ കുഞ്ഞുമണി ഈ പൂപ്പിക്കുട്ടി മീൻ തിന്ന സമയത്ത് അതിൻ്റെ തൊണ്ടയിലാങ്ങാണ്ട് കുടുങ്ങിപ്പോയി. ഞാൻ വിചാരിച്ചു ചത്തു തീർന്നു എന്ന് വിചാരിച്ചു കേട്ടോ. അതിങ്ങനെ ഓക്കാനിക്കുവോ ഛർദ്ദിക്കുവോ എന്തൊക്കെയോ ആക്കുന്നുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുത്തിട്ട് മെല്ലെ കൊട്ടിയും തട്ടിയൊക്കെ കൊടുത്ത് മെല്ലെ വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ റെഡിയായി. പിന്നെ അതിന് തിന്നാൻ വേണ്ടി പേടിയായിട്ടോ. പിന്നെ കൊടുക്കുന്നത് തിന്നുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ നിറയെ തിന്നു കേട്ടോ. മറ്റോ രണ്ടുപേരും നല്ല ഉഷാറായിട്ടിരുന്ന് തിന്നുന്നുണ്ട്. ഇവനിത് കണ്ടോ എന്തോ പോലെ ആയി. പിന്നെ ഞങ്ങൾ അതിനെ എടുത്തുകൊണ്ട് പോയി പിന്നെ കൊട്ടി കുടഞ്ഞ് എല്ലാം ആക്കി പെറുക്കി വന്നപ്പോഴത്തേക്കും കുറച്ചൊന്നും ഇതായി കേട്ടോ. പിന്നെ തീറ്റ വേണ്ടാത്തൊരവസ്ഥയിൽ കുറച്ച് നേരം പോയി ഇരുന്നു എന്നുള്ളൂ കേട്ടോ. ഇവനാണെങ്കിൽ കുറച്ച് കുസൃതിയും കൂടുതലാണ് ഈ പൂപ്പിക്കുട്ടിക്ക്. അങ്ങനെ കുറേ നേരം ഇരുന്നോണ്ട് കളിച്ചു കേട്ടോ. രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് തക്കുവാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടോ. നിങ്ങൾക്ക് ഇവരെ ഞങ്ങളെയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഇവരുടെ കൂടുതൽ വിശേഷമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ.